MLA അടക്കമുള്ളവർ ആ ഭാഗത്തുണ്ട് അല്ലേ? അതിനുള്ളിൽ വെച്ച് അദ്ദേഹമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അല്ലേ? അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു പക്ഷേ ഒരു മൗനാനുവാദത്തോടു കൂടിയാണ് ഇപ്പോൾ ട്രയാങ്കിൾസ് രീതിയിലാണ് ഇപ്പോൾ മണ്ണെടുക്കുകയും അവിടെ എത്തിപ്പെടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പോകാവുന്ന രീതിയിലാണ് മണിപ്പോൾ എനിക്കൊന്ന് പ്രേക്ഷകർക്ക് നമ്മളുടെ ആകാശ ദൃശ്യങ്ങളിൽ അത് വ്യക്തമായും മനസ്സിലാകും. രണ്ടു ഭാഗത്തായി വെച്ചിരിക്കുന്ന രണ്ട് വൈറ്റ് സ്റ്റിക്കുകളുണ്ട്, വെള്ള നിറത്തിലുള്ള രണ്ട് കമ്പുകളുണ്ട്. ആ കമ്പുകൾക്കിടയിലുള്ള ഭാഗത്താണ് ഒരുപക്ഷെ വാഹനം കുടുങ്ങി കിടക്കുന്നുണ്ടാവുക. ആ ഭാഗത്താണ് ഇപ്പോൾ ഓപ്പറേഷൻസ് നടക്കുന്നത്. അതിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രേക്ഷകർക്ക് ഒരുപാട് JCBകൾ അവിടെ കാണാം. അതിൽ ചുവന്ന JCB പ്രത്യേകിച്ച് മണ്ണ് നീക്കുന്ന ഇടത്താണ് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുവന്ന JCB നീക്കം ചെയ്യുന്ന മണ്ണ് നീക്കം ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അവിടേക്കൊരു വെള്ള ടിപ്പർ അടക്കം വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഏത് നിമിഷവും നമുക്ക് ലോറി കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ഇതേ വേഗതയിൽ മണ്ണ് നീക്കുകയാണെങ്കിൽ 2.5-3 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ അർജുൻ്റെ ലോറി വീണ്ടെടുക്കാൻ സാധിക്കും. 15 അടിയോളം ഉൾഭാഗത്താണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 5 അടിയോളം ഉള്ളിലേക്ക് ഇപ്പോൾ തന്നെ കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ 1 മണിക്കൂറോളമായിട്ടേ ഉള്ളൂ. വളരെ വേഗത്തിൽ തന്നെ അവിടെ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നു. അത് പുഴയുടെ ഓരത്തേക്ക് തള്ളിക്കൊണ്ടാണ് ഇത്ര വളരെ പെട്ടെന്ന് തന്നെ ഈ രക്ഷാപ്രവർത്തനം നടപ്പിലാക്കുന്നത്. അതെ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമുക്ക് വാഹനത്തിന് പോകാനുള്ള സൈഡ് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ MLAയോട് കൃത്യമായും അങ്ങനെ തന്നെയാണ് ബ്രീഫ് ചെയ്തിരുന്നതും. നമ്മൾ ഒരു തരത്തിലുള്ള തടസ്സവും ഈ രക്ഷാപ്രവർത്തനത്തിൽ വരുത്തില്ല. നമ്മൾ പൂർണ്ണമായും ഒരു സ്ഥലത്ത് മാറി നിന്നുകൊണ്ടായിരിക്കും നിലവിൽ നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം ആകാശ ദൃശ്യങ്ങളിലൂടെയും ഒപ്പം നമ്മളുടെ 3 ക്യാമറകളിലൂടെയും വരുന്ന തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ കൂടുതൽ ടിപ്പറുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഈ ടിപ്പറുകൾ മണ്ണ് മാറ്റി കുറച്ച് ദൂരം കൊണ്ടുപോകുന്നതായിരുന്നു ആദ്യത്തെ തടസ്സം അല്ലേ? തീർച്ചയായിട്ടും മണ്ണ് കുറേ ദൂരത്തേക്ക് കൊണ്ടുപോയിട്ടായിരുന്നു നേരത്തെ മണ്ണ് മാറ്റിയത്. പക്ഷേ ഇപ്പോൾ ഒരു പരിധി വരെ ഈ ഭാഗത്തേക്ക് തന്നെ തട്ടുകയും അതിനുശേഷം ഇവിടെ നിന്ന് എടുത്ത് അല്പദൂരം ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം ദൂരത്തേക്ക് മാറ്റി വളരെ പെട്ടെന്ന് തന്നെ മണ്ണ് നീക്കം ചെയ്യാനുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നത്. ഓക്കെ അഭിലാഷ് നമുക്ക് ഒരു കാര്യം കൂടി പ്രേക്ഷകരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭൂപ്രകൃതി എനിക്കൊന്നു നമ്മുടെ ഒരു ക്യാമറ മാത്രം നമ്മൾ ആ വിഷ്വൽസ് എടുക്കുകയും ഒരു ക്യാമറ എനിക്കൊപ്പം നിൽക്കുകയും ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകർക്ക് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഒരു ദൃശ്യം നമുക്ക് സ്പോട്ടിലെ റെസ്ക്യൂ മിഷൻ്റെ ദൃശ്യങ്ങൾ കൊടുക്കാം. ഞാൻ ഈ പ്രദേശം ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. ഇത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആകാശ ദൃശ്യങ്ങളാണ്. എത്രമാത്രം ഭീകരമായിട്ടാണ് റിപ്പോർട്ടറിൻ്റെ ഹെലിക്യാം പകർത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പ്രേക്ഷകരെ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്ന ഈ സ്ഥലത്തു കൂടിയാണ് അർജുൻ്റെ വാഹനം വരേണ്ടിയിരുന്നത്. ഇത് 4 വരി ദേശീയപാതയാണ് NH66. പനവേലിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന NH66 എന്ന ദേശീയപാത. ആ ദേശീയപാതയിലെ 4 വരിയിൽ 2 വരി ഒരു സൈഡിലേക്ക് പോകുന്നത് ഇതുവഴിയും അപ്പുറത്തെ സൈഡ് വഴിയാണ് അർജുൻ്റെ വാഹനം ഓടിച്ചു വന്നത്. അർജുൻ്റെ വാഹനം ഇവിടെ വന്ന് ഇവിടെ ധാരാളം നീർച്ചാലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സാധാരണ വാഹനങ്ങൾ നിർത്തി ഡ്രൈവർമാർ അവിടെ വിശ്രമിച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങി ഈ നീർച്ചാലുകളിൽ കുളിക്കുകയോ അവർ ശുചിയാവുകയോ ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന വലത്തെ സൈഡ് ഞാനത് പ്രേക്ഷകർക്കൊന്ന് കാട്ടിത്തരാം. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഈ പുഴയുടെ തീരത്തുള്ള ആ ഭാഗത്ത് ഒരു വലിയ മൺകൂന പ്രേക്ഷകർക്ക് കാണാം. ആ മൺകൂനയുടെ അടിയിലാണ് ഒരു തട്ടുകടയുണ്ടായിരുന്നത്. ആ തട്ടുകടയിൽ നിന്ന് ഭക്ഷണവും കഴിച്ചതിന് ശേഷം ഇവിടെയുള്ള നീർച്ചോലയിൽ കുളിച്ച് വൃത്തിയായതിനു ശേഷമാണ് ഡ്രൈവർമാർ തിരികെ പോകുന്നത്. ആ ഭാഗത്തേക്ക് പോവുകയും കന്യാകുമാരി ഭാഗത്തേക്ക് കൊച്ചി ഭാഗത്തേക്ക് പോവുകയും ചെയ്യുക. അങ്ങനെ ചൊവ്വാഴ്ച രാവിലെ 3:30 ഈ പ്രദേശത്തേക്ക് എത്തുന്ന അർജുൻ ഇതേപോലെ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാനും അല്പം വിശ്രമിക്കാനും വേണ്ടി ഈ മണ്ണ് ഇടിഞ്ഞു വന്ന ഭാഗത്തിന് തൊട്ടു താഴെ ദേശീയ ഹൈവേയുടെ ഭാഗത്തായിട്ട് നിലയുറപ്പിക്കുന്നു. പ്രേക്ഷകർക്ക് കാണാം അവിടെ ഒരു ഭാഗം വിണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാ നോക്കൂ, ഒരു ഭാഗത്ത് മണ്ണ് ഇടിഞ്ഞ് ഇളകിയിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെ നിന്ന് ആ മണ്ണ് ഇടിഞ്ഞു വീണാൽ അതിന് താഴെ കിടക്കുന്ന ലോറിയുടെ മുകളിലേക്കായിരിക്കും വീഴുക. സ്വാഭാവികമായും ഇങ്ങനെയുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഈ ദേശീയപാതയുടെ ഒരു വശത്തായിട്ട് നിങ്ങൾക്ക് കാണാം. ഒരു ഭാഗത്ത് ഗംഗാവലി നദി നിറഞ്ഞൊഴുകുകയാണ്, മറുഭാഗത്ത് വലിയ ദുർബലമായിരിക്കുന്ന മൺതിട്ട കൊണ്ടുള്ള വലിയ മൺകൂനയാണ്. ആ മൺകൂനയും പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്.
ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മൺകൂനയുടെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് താഴേക്ക് വീണു എന്നതാണ്. അതൊരു ഭാഗത്തെ മലനിര അപ്പാട് ഒരു ലാൻഡ് സ്ലൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യഥാർത്ഥത്തിൽ അതൊരു ഉരുൾപൊട്ടൽ എന്ന് പറയാവുന്ന രീതിയിൽ മണ്ണ് അടർന്നിങ്ങി പോകുന്നതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഹെലിക്യാമിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനം നടക്കുന്ന ആ ഹെലിക്യാമിലുള്ള ദൃശ്യങ്ങൾ പ്രകാരം ഒട്ടേറെ നീർച്ചാലുകൾ 7-8 നീർച്ചാലുകൾ അവിടെയുണ്ട്. ആ നീർച്ചാലുകൾ വഴിയാണ് വെള്ളം ഇങ്ങനെ ഈ മണ്ണിലേക്ക് ഇറങ്ങുന്നത്. അതാണ് മണ്ണിൻ്റെ ദൃഢത നഷ്ടപ്പെടുത്തുന്നതും പെട്ടെന്നുള്ള മണ്ണൊലിപ്പിന് കാരണമാകുന്നതും. എന്താണ് അഭിലാഷ് എന്ന് പറയാൻ വന്നു? അഭിലാഷ്, അവിടെ മണ്ണ് ഇളകിയിരിക്കുകയാണ് അല്ലേ? അതെനിക്കൊന്നു ഇന്നലെ അത്രയും ഇളകി ഇരുന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇന്നലത്തെ മഴയ്ക്ക് ശേഷമായിരിക്കും അത്രയും ഇളകി തുടങ്ങിയത് അല്ലേ? അല്ല, നേരത്തെ തന്നെ ഇളകിയിരുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നേരത്തെ ഇളകി കളഞ്ഞിരുന്നു. ഈ മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്തതിന് ശേഷമാണ് ഇവിടെ രക്ഷാദൗത്യം ആരംഭിക്കാൻ കഴിയുന്നുള്ളതാണ് വസ്തുത. അല്ലെങ്കിൽ ഇവിടെ മണ്ണെടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്തുള്ള മണ്ണ് ഒന്നിച്ച് ഈ ഭാഗത്തേക്ക് വീഴാനൊരു സാധ്യത ഉണ്ടായിരുന്നു. അതൊരു മുൻകരുതൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഭാഗത്ത് മണ്ണെടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഭാഗത്ത് ഇനിയും മണ്ണ് ഇപ്പോഴും ഇടിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ഏത് സമയവും താഴോട്ട് വീട് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഓക്കെ, ഇപ്പോൾ നിലവിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നു ശിരൂരിലെ ഈ റെസ്ക്യൂ മിഷൻ നടക്കുന്ന സ്പോട്ടിൽ തന്നെയാണ് നമ്മളുള്ളത്. അവിടെ നമുക്ക് 2 ദൃശ്യങ്ങൾ കാണാം. ഒരിക്കൽ കൂടി ഞാൻ ആ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ പറയാം. ഇവിടെ കന്നുകാലികളടക്കം ഉണ്ട്. ഈ മണ്ണിടിച്ചിലിൽ ഒരുപാട് ജന്തുക്കളും പെട്ടുപോയിട്ടുണ്ടാവാം. ഈ കട നടത്തുന്ന 5 പേരുടെ ജീവിതമാണ് ഒറ്റയടിക്ക് ഈ മണ്ണിടിച്ചിലിൽ തകർന്നു പോയത്. പശുവടക്കം ഇവിടെയുണ്ട്. ഈ സഹജീവികളടക്കം ഈ മണ്ണിടിച്ചിലിൽ പോയിട്ടുണ്ട്. എത്ര ജീവികൾ പോയി എന്നതിന് കണക്കില്ലല്ലോ. 3 മനുഷ്യജീവികൾ ഇപ്പോഴും ഈ മണ്ണിനടിയിലുണ്ട്. അപ്പോഴാണ് നിരുത്തരവാദപരമായ ജില്ലാ ഭരണകൂടത്തിൻ്റെ റെസ്ക്യൂ മിഷൻസ് ഉള്ളത്. MLA വന്നതിന് ശേഷമാണ് ഈ ദൃശ്യങ്ങൾ പകർത്താനെങ്കിലും ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം എത്ര മന്ദഗതിയിലാണ് എന്ന് പുറം ലോകത്തെ അറിയിക്കാനെങ്കിലും നമുക്ക് അവസരം ലഭിച്ചത്. അതായത് നമ്മളുടെ വിവരങ്ങൾ പോലും തടഞ്ഞു വെച്ചു. രക്ഷാപ്രവർത്തനം കൃത്യസമയത്ത് ഏകോപിപ്പിച്ചില്ല എന്നത് മാത്രവുമല്ല, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പോലും പുറം ലോകത്ത് എത്തിക്കാതിരിക്കാൻ ജില്ലാ ഭരണകൂടം ജാഗ്രത കാണിച്ചിരുന്നു. ഇതാണ് ഒരു വലിയ വിമർശനത്തിനും വഴിതെളിച്ചത്. ഇപ്പോൾ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരെ ഇവിടേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. MLA നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ MLA-യുമായി സംസാരിച്ചിരുന്നു. KC വേണുഗോപാൽ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ട്രാൻസ്പെറൻസി ഉറപ്പാക്കണം എന്ന് MLA-യും ഒപ്പം തന്നെ KC വേണുഗോപാലും പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം എതിർത്തിട്ടും MLA-യുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഇവിടേക്ക് കൊണ്ടുവന്നത്. ആ ദൃശ്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മളിപ്പോൾ പകർത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, രാവിലെ 7:30 എനിക്കൊന്നു മാർക്കാക്കി 2 കമ്പ് വെച്ചിട്ടുള്ളതാണ് സ്പോട്ട്. അതാണ് സ്പോട്ട്. ആ സ്പോട്ട് പ്രേക്ഷകർക്ക് കാണാതിരിക്കുന്നു. ഹണി നമുക്കൊന്ന് സൂം ചെയ്ത് കാണിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. ആ റെഡ് ഹിറ്റാച്ചി ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം. ആ മാർക്ക് ചെയ്തിരിക്കുന്ന സ്പേസിലാണ് നിലവിൽ നമ്മൾ രക്ഷാപ്രവർത്തനം കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് അത് കാണാം. ഏകദേശം 8ഓളം JCBകളും 8ഓളം ടിപ്പറുകളും നിലവിലുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. ഒരു ഭാഗത്ത് ചെങ്കുത്തായ മലനിരകളും മറുഭാഗത്ത് വലിയ രീതിയിലുള്ള ഗംഗാ വാലിയുടെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നതും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഇതിൽ തന്നെ ചില ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. എനിക്കൊന്ന് ഗംഗാവാലിയിലെ ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കൊടുത്താൽ അവിടെ മണ്ണ് വീണ് കിടക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ മണ്ണ് ആദ്യത്തെ ദിവസം, അതായത് ചൊവ്വാഴ്ച രാവിലെ 8:30 മണ്ണിടിയുമ്പോൾ ഈ പുഴയിലേക്ക് ധാരാളം മണ്ണ് വന്ന് വീണ്ടുന്നു. 2 ടാങ്കറുകൾ ഈ പുഴയിലേക്ക് വീണ് ഒലിച്ചു പോകുന്നത് നമ്മൾ കണ്ടു. 7 കിലോമീറ്റർ അപ്പുറത്താണ് ആ ടാങ്കുകളെങ്കിലും കിട്ടിയത്. 40 കിലോമീറ്റർ അകലെ ഗോകർണത്താണ് ഈ ഒഴുക്കിൽ അതിലെ ഡ്രൈവർ ഒലിച്ചു പോയതും ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയതും. ആദ്യത്തെ സംശയം ഈ ഗംഗാവാലി നദിയിൽ ഒരുപക്ഷെ അർജുൻ പെട്ടിട്ടുണ്ടാകുമോ എന്നതായിരുന്നു. അതിൽ GPS വെച്ചുള്ള തിരച്ചിൽ, അതിനു മുൻപ് തന്നെ നേവി സ്കൂബ സംഘം നടത്തിയ തെരച്ചിൽ, ആ തെരച്ചിലിൽ വാഹനം ഇവിടെ ഇല്ല എന്ന് പ്രാഥമികമായി ബോധ്യപ്പെട്ടു. പക്ഷേ ഇന്നലെ വീണ്ടും നേവിയുടെ സ്കൂബ സംഘം തെരച്ചിൽ നടത്തി. ഇന്ന് വീണ്ടും നേവിയുടെ സ്കൂബ സംഘം തെരച്ചിൽ നടത്തും. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്ന സംഭവ സ്ഥലത്തെ ഗ്രൗണ്ട് സീറോയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് റിപ്പോർട്ടറിൻ്റെ വിവിധ ക്യാമറ ആംഗിളുകളിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.